ഹലോ ഗായ്സ്, നമുക്കിന്ന് നാടൻ മത്തി ഇട്ടിട്ടുണ്ട്. അത് പീര പറ്റിക്കാം. അതിന് വേണ്ടി ചെറിയുള്ളി കുറച്ചെടുത്തിട്ട് നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയിടാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഈ ഒരു പരുവത്തിന് എല്ലാം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ ചതച്ച് മാത്രമേ എടുക്കാവുള്ളൂ. നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. മത്തി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ ഇട്ട് തന്നെ പറ്റിക്കാം. അതേണ്ടേ, മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കിട്ടി ഗൈസ്. ഇനി ഫ്രഷ് കറിവേപ്പില നമുക്ക് അങ്ങോട്ട് ഊരിയിടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുമുമ്പ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് വേവിക്കാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കറിച്ചട്ടി വെക്കാഞ്ഞത് ഇവിടുത്തെ കറിച്ചട്ടിയിൽ അടിയിൽ പിടിക്കും, അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് മൺചട്ടി തന്നെ വെക്കാം, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഞാനതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ച്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കുക. നമ്മുടെ മീൻ പറ്റിച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.